ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോണത് മദാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഗോസ്റ്റ് ഹൗസ്. ഷാർജയിൽ നിന്ന് ഒരു 3/4 മണിക്കൂറോളം, 1 മണിക്കൂറോളം ഇങ്ങോട്ട് യാത്ര ഉണ്ട്. അൽമദാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ആ പ്രേതാലയത്തേക്ക് പോവുകയാണ്. അത് കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അതിൻ്റെ വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ്. യാത്രയിലേക്ക് പോവാം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോസ്റ്റ് ഹൗസിൻ്റെ എൻട്രിയിലേക്കാണ്. ആദ്യം ഈ ഗേറ്റൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളിലേക്ക് ഡയറക്റ്റ് വണ്ടികളൊക്കെ പോയിരുന്നു. ഇപ്പോൾ വണ്ടികളൊക്കെ പോണ കാരണം നടക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുള്ള കാരണം ഇപ്പോൾ ഒരു ഗേറ്റ് വെച്ച് ഒരു ബൂത്ത് പോലെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ വണ്ടികളൊക്കെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഉള്ളിലേക്ക് കയറിപ്പോകും. എൻട്രി ഫീസൊന്നുമില്ല, ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ഉള്ളിലോട്ട് കയറിയിട്ടുള്ള വിശേഷങ്ങൾ പറയാം. ഇതാണ് മദാമിലുള്ള ചെറിയ ചെറിയ വീടുകൾ. ഇതിന് വീടിൻ്റെ 3/4 ഭാഗത്തോളം മണ്ണ് നിറഞ്ഞിരിക്കുന്നു. പണ്ട് കാലത്ത് ഇവിടെയുള്ള ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി കൂട്ടിയതാണ് 10-45 കൊല്ലം മുന്നേ. പക്ഷേ അവർക്ക് നിരന്തരം ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്, ഭയങ്കര പൊടിക്കാറ്റും മണ്ണും ഒക്കെ അടിഞ്ഞിട്ട് നിത്യേന പ്രശ്നങ്ങൾ കാരണം ഇവിടുന്ന് അവർ ഒഴിഞ്ഞു പോയി. അപ്പം അങ്ങനെയൊക്കെയാണ് ഒരു ഹിസ്റ്ററീസ് എന്ന് നമ്മൾ അറിയണത്. കറക്റ്റായിട്ട് എന്താണെന്ന് എനിക്കും വലിയ അറിയില്ല, അങ്ങനെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ വീടിൻ്റെ മേലെയാണ് നിൽക്കുന്നത്. തീരെ താമസിക്കാൻ ശൂന്യമായ വീടുകൾ എന്ന് പറയില്ലേ, അതേപോലത്തെ അവസ്ഥ. ഈ അടുത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളക്കെട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ മണ്ണ് കയറിയിട്ടുള്ളൊരവസ്ഥ, അതിൻ്റെ വിൻഡോകളും ജനാലകളും ഒക്കെ ഈ പൊടിക്കാറ്റും ഇതിലൊക്കെ ഒക്കെ എടുത്തു പോയി നശിച്ചു ഇതായി, താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനത്തെ ഒരു ഗവൺമെൻറ് ഇടപെട്ട് അവർക്ക് വേറെ സ്ഥലത്ത് ഇപ്പോൾ താമസിക്കാനുള്ള സ്ഥലവും വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവരവിടെ താമസിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. കറക്റ്റ് എന്താണെന്ന് അറിയില്ല. എന്തൊക്കെ നമ്മളിങ്ങനെ കേട്ടറിഞ്ഞുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞത്. നമ്മളിപ്പോൾ ഇതിൻ്റെ അടിക്കൊക്കെ ഒറ്റയ്ക്ക് പോകാൻ നമുക്ക് പേടിയാണ്. ഇപ്പോൾ ഫാമിലിക്ക് വന്നപ്പോൾ നമ്മൾ കുറച്ച് ധൈര്യത്തോടെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഇത്തിരി റിസ്ക് എടുത്ത് കയറിയെന്ന് മാത്രം. ഓക്കെ. ഈ വരുന്നത് നമ്മളെ വൈഫാണ്. അത് പ്രേതല്ല കേട്ടോ, ആരും പേടിക്കണ്ട. വരുന്നത് നമ്മളെ വൈഫാണ്.
ഈ കാണുന്നത് ഒരു വീടിൻ്റെ മതിൽ കെട്ടുണ്ടോ പഴയ കാലത്തുള്ള. അപ്പോൾ അതൊന്ന് മതിലിനൊക്കെ ഇട്ടുന്നൊരു ചാക്ക് പോലത്തെ എന്തൊക്കെ കെട്ടിയിരിക്കുകയാണ്. മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഈ മരുഭൂമി കൂടെ അതിൻ്റെ ബാക്കിൽ കൂടെയാണ് വരുന്നത്. മെയിൻ വാതിലുണ്ട്, മറ്റേ ഗേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഈ വീടിൻ്റെ ബാക്കിൽ കൂടെ കയറിയിട്ട് അതിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ഇതിനെ കാണാൻ വന്നുണ്ട് വിസിറ്റേഴ്സ്. അത് വീടിൻ്റെ ബാക്ക് സൈഡാണ്, ബാക്ക് സൈഡിലേക്ക്. അപ്പോൾ ഇതിൻ്റെ അടുക്ക ബാക്കിൽ കൂടെ ഒന്ന് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് കയറിക്കാം. ഓക്കെ, കണ്ടോ മണ്ണ് നിറച്ച് മണ്ണ് കയറിക്കുകയാണ്. ഒരു ഉപയോഗശൂന്യമായത്ര രീതിയിൽ നിറച്ച് മണ്ണ് കയറിയിട്ട് ഭയങ്കര ജനാലകൾ കണ്ടില്ലേ, അതിൻ്റെ വാതിൻ്റെ ഡോറുകൾ പോയി. അതിൻ്റെ ഉള്ളിലേക്ക് നടന്ന് നോക്കിയൊക്കെ എന്താണെന്നുള്ളത്. ഓക്കെ, അത് ചെറിയൊരു റൂം, അതിൻ്റെ വാതിലും പോയി. അതിൻ്റെ ഉള്ളിലോട്ട് അതിൻ്റെ പുറത്തേക്കുള്ള വഴി ഉണ്ടോ. ഇതൊരു പള്ളിയാണ്. ഇവിടെ ഈ ഇത്രയും വീടുകൾക്ക് വേണ്ടിയിട്ടൊരു പള്ളി തന്നെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് നിസ്കരിക്കാനും ഇതിനൊക്കെ ആയിട്ട് പോകാനും ഒരുപാട് ദൂരത്തേക്ക് പോകുന്നതിന് പകരം ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പള്ളിയുടെ ഉള്ളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ളിൽ നമ്മൾ വൈഫും കൂടി ഓൾറെഡി ഇപ്പോൾ കയറി നിൽക്കണമെന്ന് കണ്ടില്ലേ. ആദ്യം ചമരം നിറച്ച് എഴുത്തും കുത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറ്റി പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. എന്നാലും ചിലർ വന്നിട്ട് എഴുത്തും കുത്തൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. വണ്ടികളും സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്രാമത്തിന് ഒരു പള്ളി എന്ന നിലയിൽ ഒരു പള്ളി തന്നെ കൂട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ ആൾക്കാർക്ക് ദൂരത്തേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ, നടന്നു പോകണം ഒരു നിസ്കരിക്കാനും പിടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഒരു പള്ളി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പള്ളി പോലും ഉപയോഗമില്ലാത്ത രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതിനുള്ളിൽ നിറച്ച് ഇതാണ്. ഇപ്പോൾ പള്ളി കാരണം കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റേ ജനാലയും വാതിലും ഒക്കെ അതിൻ്റെ നഷ്ടപ്പെട്ടു. കുറേ ആദ്യം എഴുത്തുകൂത്തുകൾ കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ കുറേ പെയിൻ്റ് അടിച്ച് ഇതാക്കിയിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഒരു ആൾക്കാർ വരണ കാരണമൊക്കെ ടൂറിസ്റ്റ് പോലെ ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ചൊരു വൃത്തിയാക്കിയിട്ടുണ്ട്. മുന്നേ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ പള്ളി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ പുത്രനാണ്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ തന്നെ പള്ളിയോട് ചേർന്നിട്ട് വേറെ സൈഡിലേക്കുള്ള വീടുകളും ഉണ്ട്. അതുകൊണ്ട് ഒന്ന് കാണിച്ചു തരാം. വന്ന സ്ഥിതിക്ക് ഇത് മുഴുവനൊന്ന് കാണണമല്ലോ. ഒരു വീട് മാത്രമല്ല, പല വീടുകളുണ്ട്. അപ്പോൾ പല ഭാഗത്തേക്കായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ ഒരു ഏരിയയും കൂടി കാണിച്ചു തരാം. എന്താണ് അവിടെ ഉണ്ടാവുള്ളതെന്ന് നോക്കി നോക്കാം. പല വീടും പല ഷേപ്പുകളാണ്. ഒന്ന് രണ്ട് വീടുകളിൽ ഉള്ളിൽ മാത്രമേ ഞാൻ കയറിയിട്ട് ഇപ്പോൾ അത് കാണിച്ചുള്ളൂ. എല്ലാത്തിലും കയറി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അത് എല്ലാവർക്കും ചിലപ്പോൾ ഒരു ബോറടി ആവും. അതുകൊണ്ട് അതിൻ്റെ ആ കോമ്പൗണ്ട് വരെ ഒന്ന് പോയിട്ട് ഒന്ന് കാണിച്ചു തരാം. അത് പ്രത്യേകിച്ചൊന്നുമില്ല, അതൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അത് തിരിച്ച് നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മളെ വൈഫിന് തോന്നിയത് ഒരു മരുഭൂമിയല്ലേ, ഒരു ഡാൻസ് കളിച്ചാലും. അപ്പോൾ അവർക്ക് തോന്നി ഒട്ടകത്തെ തട്ടിക്കോ എന്നുള്ള പാട്ടിൽ ഒരു ഡാൻസ് കളിക്കാനല്ലേ. അപ്പോൾ ഞാനും പറഞ്ഞു ഇൻഷാല്ലാ കളിച്ചോന്ന് വെച്ച്. അപ്പോൾ ആ കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഓക്കെ, അയ്യോ കുഴപ്പമില്ലാണ്ട് കളിക്കുന്നുണ്ട്. അപ്പം തന്നെ മൊബൈലിൽ നോക്കിയിട്ട് ഇത് കണ്ടപ്പോൾ ഒന്നും കളിക്കണം, വലിയ പ്രാക്ടീസും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അൽമദാമയിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഒരു വട്ടം വരിക, സന്ദർശിക്കുക. കാണാൻ മാത്രമൊക്കെ ഉണ്ട് കുറച്ചൊക്കെ. നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു അത്ഭുതം പോലെ ഉണ്ടാവും വന്ന് നോക്കാനൊക്കെ. ഞാനിവിടെ അടുത്ത് തന്നെ താമസം. അപ്പോൾ അതൊക്കെയാണ് അൽമദാമിലെ ഗോസ്റ്റ് ഹൗസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ബൈ, സീ യു.